ഹലോ ഗൈസ്, പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമുക്ക് കുഞ്ഞിനുണ്ടാക്കാൻ പോകുന്നൊരു ഫുഡാണ്, ബേബി ഫുഡാണ്. ഇപ്പോൾ അവൾക്ക് 1.5 വയസ്സായിട്ടുണ്ട്. എന്താ കൊടുക്കുന്നതെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. അപ്പോൾ അത് എന്താണെന്നാണ് ഞാൻ പറയാൻ പോകുന്നതെന്ന്. ബ്രെഡ് വെച്ചിട്ടാണ് ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. എല്ലാ ദിവസവും കുഞ്ഞുങ്ങൾക്ക് ഒരേ ഫുഡ് തന്നെ കൊടുത്താൽ അവർക്കത് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ ബ്രെഡൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത സാധനങ്ങൾ, അപ്പോൾ അതിങ്ങനെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന് ഇന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻസ് താഴെ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോവാം. ഐഷു ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഐഷു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുവാണ്. അപ്പം നമുക്ക് അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 2 ബ്രെഡാണ്. മിൽക്ക് ബ്രെഡ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണേ. ഇപ്പം ഞാൻ നോർമൽ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അതിങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് ഇതിൻ്റെ സൈഡിലുള്ള ആ ഒരു ബ്ലാക്ക് ഇതില്ലേ, അതങ്ങ് കളയണം. അത് വേണ്ട, നമുക്ക് കുട്ടികൾക്ക് അത് അത്ര ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ റിമൂവ് ചെയ്യും ഞാൻ. ഇത് വേണമെങ്കിൽ നമുക്ക് കഴിക്കാം കേട്ടോ. ഈ സൈഡൊക്കെ നമുക്ക് വേണമെങ്കിൽ കഴിക്കാം. അപ്പോൾ ദേ ഇതുപോലെ കിട്ടി, കണ്ടോ. ഇനി ഞാൻ ബട്ടർ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ലേശം ബട്ടർ കൂടി കട്ട് ചെയ്തെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ബട്ടർ ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട കേട്ടോ, ഒരല്പം മതിയേ. ഇതുപോലെ നമ്മൾ ആ പാനിലോട്ടൊന്ന് ബട്ടർ ഇറ്റിച്ചു കൊടുക്കുക. എന്നിട്ട് ദേ ഇതുപോലെ മറിച്ചും തിരിച്ചിടുക. മറിച്ചും തിരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാനേ പാടുള്ളൂ. ഒത്തിരി മൊരിയരുത് കേട്ടോ. ഞാൻ അടുത്തത് അങ്ങോട്ട് അങ്ങനെ ചെയ്യാം. ഒരു 2-3 ആഴ്ച കഴിക്കത്തുള്ളൂ ഇങ്ങനെ. പക്ഷെ നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. നല്ല എൻജോയ് ചെയ്ത് കഴിക്കുവാണ് ഐഷു. പിന്നെ ഇതിൻ്റെ കൂടെ ഡ്രിങ്ക് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ജ്യൂസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. അതല്ലെങ്കിൽ പാലിൽ എന്തെങ്കിലും ഇപ്പോൾ അംഗൻവാടിയിൽ നിന്നൊക്കെ ഇപ്പോൾ ഒരു പൊടിയൊക്കെ കിട്ടൂല, അത് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ വെറുതെ പാല് കൊടുക്കാം, കുറച്ച് മധുരം ഇട്ടിട്ട്. ചായ കൊടുക്കരുത് കേട്ടോ, കാരണം ചായ കൊടുത്താൽ ഭയങ്കര ആക്റ്റീവായിരിക്കും കുട്ടികൾ. അതുകൊണ്ട് ചായ ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാക്സിമം അവോയ്ഡ് ചെയ്യുക. ചെറുതായിട്ടൊന്ന് സിപ്പ് ചെയ്യും പോലെയല്ല, നമ്മൾ കുടിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് സിപ്പ് ചെയ്യാനൊക്കെ വരുന്ന പോലെയല്ല. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചായ കൊടുക്കരുത്. ഭയങ്കര എനർജി ആയിരിക്കും. ഓൾറെഡി നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഭയങ്കര എനർജി ആയിരിക്കും. അപ്പോൾ ഈ ചായയും കൂടി കുടിച്ച് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ഇവരങ്ങ് ടോപ്പപ്പ് ആവും. അതുകൊണ്ട് ചായ മാക്സിമം അവോയ്ഡ് ചെയ്യാം. അപ്പം ഞങ്ങളും കൂടി കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുവാണേ. ഞാനോട് കഴിക്കാറുണ്ട്, നല്ലതാണ്, ഹെൽത്തിയാണ്. ഒരുപാട് മൊരിക്കരുത്, മൊരിച്ചു കഴിഞ്ഞാൽ ടേസ്റ്റ് ഇല്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് പഴമൊക്കെ ഉണ്ടെങ്കിൽ പഴത്തിൻ്റെ കൂടെ കഴിക്കാം, സ്ലൈസ് ചെയ്തെടുത്തിട്ട്. കണ്ടോ, എന്നും ഒരേ ഫുഡ് തന്നെ കുട്ടികൾക്ക് കൊടുക്കരുതേ. ഒരേ ഫുഡ് തന്നെ അവർക്ക് കൊടുക്കും, അവർക്ക് ബോറടിച്ചു കൊടുക്കും. ഭയങ്കര സോഫ്റ്റ് ആട്ടോ ബ്രെഡ്. മിൽക്ക് ബ്രെഡ് ആണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. ചെറിയൊരു മധുരവും ഒക്കെയാണ്. ആകെ ഒരു ബ്രെഡും ഒരു ചായയുമാണ് ഉണ്ടാക്കിയത് ഗൈസ്. പക്ഷെ ഒരു ലോഡ് പാത്രങ്ങളുണ്ട്. ഇത് എവിടെ നിന്നാണ് വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെയാണോ? എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത പണിയാണ് പാത്രം കഴുകൽ. ഇപ്പം കുറേ തുണിയുണ്ട് കഴുകാൻ. തുണിയുണ്ട്, പാത്രം കഴുകാനുണ്ട്. ഇത് കുട്ടികളുള്ള വീടായതുകൊണ്ടാണെന്ന് തോന്നുന്നു. സത്യം പറയാലോ ഗൈസ്, പട്ടിപ്പണിയാണ് സത്യത്തിൽ. നമ്മൾ സിംഗിൾ ആണെങ്കിൽ ഉണ്ടല്ലോ, രാവിലെ ഒരു പാത്രം, ഉച്ചയ്ക്ക് ഒരു പാത്രം, വൈകുന്നേരം ഒരു പാത്രം, 3 പാത്രമേ ഉണ്ടാവുള്ളൂ. കൂടിപ്പോയി ഒരു അരി വെച്ച പാത്രം,
ഒരു കറി വെച്ച പാത്രം, അല്ലെങ്കിൽ ഒരു ചായ ഉണ്ടാക്കിയ പാത്രം, അല്ല അപ്പം ഉണ്ടാക്കിയ പാത്രം. ഇതങ്ങനല്ല ഗൈസ്, ഇത് 3 പാത്രം വീതം 3 പേരുടെയാണ്. Nice. Like. ഐശേ, നീ കല്യാണമൊന്നും കഴിക്കണ്ട കേട്ടോടി. അയ്യോ, നീ ഇനി കല്യാണം കഴിച്ച് നിനക്ക് പിള്ളേരുണ്ടായി, അതിന് ഞാൻ നോക്കണം, ആ പാത്രമൊക്കെ ഞാൻ കഴുകണം. എനിക്ക് വയ്യ, നീ സിംഗിളായിട്ടിരുന്നാ മതി, അതാണ് എന്റെ ഹെൽത്തിന് നല്ലത്. Oh my god. എന്താ പോലെ തിന്നെ? എന്താ കാട്ടൂറമ്പൻ ചേട്ടാ? വേണ പപ്പം വേണ? നോ ഡു യു വാണ്ട്? അയ്യേ നോ, ഡോണ്ട് ടച്ച്. അപ്പം തരാം. ഇറ്റ് മതിയായോ? വയത് പറഞ്ഞോ? ദേ അമ്മ ഇവർക്കാർക്കും ചായ വേണ്ടത്ര. ഞാനതുകൊണ്ട് വലിയ ആൾക്കാർക്ക് ഉണ്ടാക്കുമ്പോൾ ഈ സൈഡൊന്നും കളയണ്ട കേട്ടോ, നമുക്ക് കഴിക്കാം. ചൂടോടെ കഴിക്കണം, നല്ല ടേസ്റ്റ്. ചായം കൂട്ടി കഴിക്കാം. അപ്പോൾ ഗൈസ്, ഇന്നിപ്പോൾ ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ, ഒരു മിനി വ്ലോഗാണ് ഞാൻ ഉദ്ദേശിച്ചത്. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന, അതുപോലെ നമുക്കും കഴിക്കാൻ പറ്റുന്ന, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ല ഫുഡായിരുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ, ഓക്കെ, സീ യു.